ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്ക് ഏതൊക്കെയാണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഏതൊക്കെയാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡെക്സ് അനലൈസ് ചെയ്യാം. നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 186 പോയിന്റ്സ് പോസിറ്റീവായിട്ടുണ്ടെന്ന് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഒരു ഡോജി സിറ്റുവേഷൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഓപ്പൺ ക്ലോസ് സിമിലർ ആയിട്ട് വന്നിരിക്കുന്നു. സോ നമുക്ക് ഏത് ഡയറക്ഷൻ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ദെൻ ഫിൻ നിഫ്റ്റിയും ഡോജി സൈഡ് വേസ് തന്നെയാണ്. മിഡ് ക്യാപ്പ് 35 പോയിന്റ്സ് പോസിറ്റീവായിട്ടുണ്ട്. സെൻസസും നിഫ്റ്റിയെ പോലെ തന്നെയാണ് ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇന്നത്തെ ഇൻഡെക്സിൻ്റെ ഒരു നിലവാരം. ഇന്ന് നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി ഐ ടി സെക്ടർ. ഫസ്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി പി എസ് യു ബാങ്ക്, ബിഗ്ഗസ്റ്റ് ഗെയിനർ ടി സി എസ് ആൻഡ് ബിഗ്ഗസ്റ്റ് ലൂസർ മാരുതി സുസുക്കി. ടോപ്പ് ഗെയിനേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അതിൽ ഏതൊക്കെ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞത് ടാർഗറ്റ് ഹിറ്റായി എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് റെയിൽടെൽ. സോ റെയിൽടെൽ 14.76% ആണ് ഇന്ന് കയറിയിരിക്കുന്നത് ഒറ്റ ദിവസത്തിൽ. ദെൻ സൊണാറ്റ സോഫ്റ്റ്വെയർ ടാർഗറ്റ് ഹിറ്റായിരിക്കുന്നു. ദെൻ ഓയിൽ ഇന്ത്യയുടെ സ്പ്ലിറ്റ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ മുതൽ നിങ്ങൾ ആ വീഡിയോ ഇട്ട ദിവസം മുതൽ അന്ന് തന്നെ നിങ്ങൾ മേടിച്ചിരുന്നെങ്കിൽ, ആ ഒരു പ്രൈസിൽ നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 38% ആണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ട്, ആർക്ക് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടർന്ന് കയറുന്ന നല്ലൊരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് നമ്മൾ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇന്ന് 1.22% താഴേക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട, ഇത് നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, കയറിയിട്ടാണ് താഴെ പോയത്. ദെൻ KPIT ടെക്നോളജീസ്, അതുപോലെ കോംഫോർജ് 7.44. സോ ഈ ഓയിൽ ഇന്ത്യ 12 ഡേയ്സ് മുന്നേ ഇട്ട വീഡിയോയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 12 ഡേയ്സിനുള്ളിൽ 38% ആണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ദെൻ സെൻസർ ടെക്നോളജി, അതുപോലെ റൈറ്റ്സ്, $6.85. TCS 6.63. Then Zeal ഇന്ന് 5.65% കയറിയിട്ടുണ്ട്. ധനി സർവീസസ് 5.62. IRFC റെയിൽവേ സ്റ്റോക്കുകളൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന സ്റ്റോക്കുകളാണ്. ദെൻ മനപ്പുറം ഫിനാൻസ് 5.39%. ഇർക്കോൺ ഇന്റർനാഷണൽ 5.28. ബിസോഫ്റ്റ് 5.22. അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ ഇന്ന് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലൂസേഴ്സ് വന്നത് വളരെ ചുരുക്കം സ്റ്റോക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ബെറ്ററായി. ബട്ട് എന്നാലും നമ്മൾ അഗ്രസീവ് ബൈയിങ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ടോപ്പ് ലൂസേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്ക് വന്നത് നോക്കാം. ലോദ അല്ലെങ്കിൽ മാക്രോടെക് ഇന്ന് 5.20 താഴേക്ക് പോയിട്ടുണ്ട്. അതുപോലെ സോളാറ ആക്റ്റീവ് 5%. സോളാറ ആക്റ്റീവ് ഫാർമ 5%. ഇന്ത്യൻ ഓയിൽ, ദെൻ ഡെൽറ്റ കോർപ്പ് 4.03%. ഷാഫ്ലർ ഇന്ത്യ, മെസാഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഇന്നലെ കയറി ഇന്നിപ്പോൾ വീണ്ടും താഴെ പോയിട്ടുണ്ട്. ദെൻ വോക്ഹാർഡ്. ഇത് ഈ 5% താഴെയുള്ള എല്ലാ സ്റ്റോക്കുകളും ഉറപ്പായിട്ടും കയറി വരും, അതുകൊണ്ട് അത് വിഷമിക്കേണ്ട. ദെൻ ശോഭ 3.22% താഴേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ ബേസ്ഡ് ഓൺ ടുഡേയ്സ് മാർക്കറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഇന്ന് നമ്മളൊരു 3 സ്റ്റോക്കാണ് ബ്രേക്കൗട്ടിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് അതിനു മുന്നേ ഞാൻ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്ക് വാല്യുവേഷൻ, അതുപോലെ ഫണ്ടമെൻ്റൽ പിന്നെ ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, പിന്നെ സെക്ടർ പെർഫോമൻസ്, മാർക്കറ്റ് ഡയറക്ഷൻ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 2 weeks to 1 month ടൈം ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ട് സ്വിംഗ് ട്രേഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മളിതിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊണാറ്റ സോഫ്റ്റ്വെയർ. 13.76% കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കയറുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ബട്ട് അങ്ങനെയല്ല, കയറാൻ സാധ്യത കൂടുതലായിട്ടുണ്ട്. 713 ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 870 വരെ പോകാൻ സാധ്യത, ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നു. 22%, 22 to 27 ആ ഒരു റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ IT സോഫ്റ്റ്വെയറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. നിങ്ങളും കൂടി ഈ സ്റ്റോക്ക് അനലൈസ് ചെയ്യുക. പിന്നെ സെക്കൻഡ് സ്റ്റോക്ക് കുറച്ച് റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. ഓക്കെ, സീൽ എൻ്റർടൈൻമെൻറ്റ്. സോ 200 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ 200 പോവുകയാണെങ്കിൽ 28% റിട്ടേൺസ് കിട്ടും. എൻ്റർടൈൻമെൻറ്റ് സെക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നല്ല അനലൈസ് ചെയ്യാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ തേർഡ് സ്റ്റോക്ക് ഡാൽമിയ ഭാരത്. ഓക്കെ, സോ 1934 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 2438 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് മുകളിൽ പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. 26% റിട്ടേൺസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സിമെൻറ്റ് സെക്ടറിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ഞാനെന്നല്ല, ഏത് ടെലഗ്രാം ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏത് യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഏത് സ്റ്റോക്ക് പറഞ്ഞാലും നമ്മൾ ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, ROC, ROE, അതുപോലെ PE റേഷ്യോ, സ്റ്റോക്കിൻ്റെ പ്രൈസുമായിട്ട് നോക്കുമ്പോൾ കുറവാണോ, ഡെപ്റ്റ് ടു ഇക്വിറ്റി എങ്ങനെയുണ്ട്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ എങ്ങനെ, പിന്നെ ഇവരുടെ പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞ ഈ ഒരു സിമെൻറ്റ് സെക്ടർ ഇപ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ 3 സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതല്ലാതെ ഏതൊക്കെ സ്റ്റോക്കുകൾ ബ്രേക്കൗട്ട് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീക്കെൻഡിൽ നമുക്ക് ഒത്തിരി വീഡിയോസ്, നിങ്ങൾ പറയുന്ന വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ കമൻസിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ അനാലിസിസ് വേണമെങ്കിൽ അത് രേഖപ്പെടുത്തുക. സോ അത് നോക്കിയിട്ട് നമുക്ക് വീക്കെൻഡ്സിൽ വീഡിയോസ് ചെയ്യാം. ഓക്കെ, മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതാണ്. അതുപോലെ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡുള്ള വീഡിയോസ്, ക്രൂഡ് ഓയിൽ സ്ട്രാറ്റജി, പിന്നെ ഹൗ ടു പിക്ക് സ്റ്റോക്സ്, അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ബട്ടണിൽ പോയിട്ട് ഏതാണോ നിങ്ങളുടെ ടോപ്പിക്ക് ആ ഒരു ടോപ്പിക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ഫ്രീ ആയിട്ട് ഇൻട്രാഡേ ഡെലിവറി ടിപ്സുകൾ നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. നന്ദി, നമസ്കാരം.